മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സീരീസ് ലാമ്പ് ഉണ്ടാക്കുന്നത്, സീരീസ് ലാമ്പ് ബോർഡ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രീഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ബോർഡുമാണ് ഈ സീരീസ് ലാമ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫാനിൻ്റെ വൈൻഡിങ്, അങ്ങനെയുള്ള വൈൻഡിങ് ചെക്ക് ചെയ്യാനും മോട്ടറിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബോർഡ് വഴിയാണ് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ഡ്രോയിങ് ആയിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനിപ്പോൾ പഴയ അയലൻ ഷീറ്റ് കട്ട് ചെയ്തത് ഒരു ബോർഡാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. പഴയതാണ് ഇത്. പഴയ സ്വിച്ച് ബോർഡിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ അതിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്രയും വലിയൊരു ബോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാ സീലിംഗ് ഒക്കെ ചെയ്യുന്ന സീലിങ്ങിൻ്റെ ഷീറ്റാണത്. അതിൽ ഞാൻ സ്വിച്ചിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ബോർഡിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് അതേപോലെ ഞാൻ കറക്റ്റ് സ്വിച്ചിൻ്റെ ആ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്വിച്ചും രണ്ട് പ്ലഗുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സീരീസ് ആയിട്ട് കൊടുക്കാനുള്ളതും ഒന്ന് പാരലായിട്ട് കൊടുക്കാനുള്ള രണ്ട് പ്ലഗുകളും, രണ്ട് സ്വിച്ചുകളും, ഒരു ഇൻഡിക്കേറ്ററും ഒരു ലാമ്പുമാണ് ഞാനിതിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രോയിങ് വരയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇൻഡിക്കേറ്ററാണ്, ഇത് ലാമ്പ്, സ്വിച്ച് 1, ഇപ്പോൾ സ്വിച്ച് 2, പിന്നെ പ്ലഗ് അതിൻ്റെ താഴെ വരുന്നതാണ് പ്ലഗ്. ഇതൊരു സോക്കറ്റ്, ഇതൊരു പ്ലഗ് സോക്കറ്റ്. അങ്ങനെ ഇനിയാണ് വയറിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്വിച്ച് എല്ലാം വെച്ചിരിക്കുന്നത്. നോക്കുക, ഈ ബോർഡിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഡ്രോയിങ് പ്രകാരത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ഈ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റായിട്ടും ഇത് സീരീസ് ലാമ്പുകളിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ന്യൂട്രൽ മാർക്ക് ചെയ്യാണ്. അത് ഇൻഡിക്കേറ്ററിലേക്കാണ് രണ്ട് ലൈൻ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടത്. ഇൻഡിക്കേറ്ററിലേക്ക് ന്യൂട്രലും ഫേസും നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഫേസാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഫേസിൽ നമ്മൾ സ്വിച്ചിൻ്റെ ടോപ്പിലേക്ക് വിടുകയാണ്. ഇത് പാരലായിട്ട് വരുന്ന കണക്ഷനാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നമ്മൾ നേരെ പ്ലഗിൻ്റെ ഫേസിലേക്ക് ഒരു ലൈൻ കൊണ്ടുവരിക, ന്യൂട്രൽ. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂട്രൽ നേരെ പ്ലഗിലേക്ക് കൊണ്ടുവന്നു. പാരലൽ കണക്ഷനിലേക്ക് നമ്മൾ അത് പ്ലഗിലേക്ക് നമ്മൾ കൊടുത്തു. ഓക്കെ, സ്വിച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇനി നമ്മൾ ലാമ്പിലേക്കാണ് ഒരു ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലാമ്പിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സ്വിച്ചിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ അത് പ്ലഗിൻ്റെ ഒരു ലൈനിലേക്ക് നമ്മൾ അത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് പ്ലഗിൻ്റെ അടുത്ത പോയിൻ്റിൽ നിന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മളൊരു ഫേസിൻ്റെ ഒരെണ്ണം എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനും ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു വയർ എടുത്തിട്ട് നേരെ നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. സീരിയസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം പാരലും പിന്നെ സീരീസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ വയറിങ് ചെയ്യുന്നത്. ആ ഡ്രോയിങ് പ്രകാരം നമ്മൾ ഇതിൻ്റെ വയറിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിൽ നിന്ന് നമ്മൾ സ്വിച്ചിൻ്റെ ടോപ്പിലേക്ക് ഒരു ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ലൂപ്പ് പ്ലഗിൻ്റെ ലൈനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മൾ കൊടുക്കുകയാണ്. ഇത് സീരീസിൽ വരുന്നതാണ്. സീരീസിൽ നമ്മൾ കൊടുക്കുക. അത് നമ്മുടെ ലൈനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സ്വിച്ചിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ വരുന്ന ലൈന് ഉണ്ടോ, അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ലൈനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇൻഡിക്കേറ്ററിൻ്റെ ഫേസിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു പാരലും കണക്ഷനും ഒരു സീരീസ് കണക്ഷനും ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ന്യൂട്രലിൻ്റെ കാര്യം നോക്കാം. ന്യൂട്രൽ എങ്ങനെയാണ് കണക്ഷനും കാര്യങ്ങളും വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ന്യൂട്രലാണ് കൊടുക്കുന്നത്. ന്യൂട്രൽ നമ്മൾ അവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് ലാമ്പിൻ്റെ അങ്ങോട്ടേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് മുഖാന്തരം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കാനുള്ള പവർ കയറാനുള്ള ഇൻകമർ മാത്രം നമ്മളൊന്ന് കൊടുത്താൽ മതി. അത് മാത്രമാണ്. ബാക്കിയത്തെ എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഫേസ് നമ്മൾ സ്വിച്ച് കയറി പ്ലഗിലേക്ക് വന്ന്, അതേപോലെ ഒരു ലൂപ്പും ന്യൂട്രലും കയറി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനെല്ലാം ഓക്കെ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻകമിങ് മാത്രം നോക്കിയാൽ മതി. ഇൻകമിങ് മാത്രം നോക്കാനായിട്ട് അതിനുള്ള വയറാണ് ഞാനെടുത്തിപ്പോൾ കൈ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ കണക്ഷൻ കൂടി നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് പ്രകാരം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഡ്രോയിങ് മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു 3 വയറായിരിക്കും ഇപ്പോൾ ഇൻഡിക്കേറ്ററിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞ് ഫേസ് വയർ ആണ് വരുന്നത്. നമുക്ക് പ്ലഗിലേക്ക് കൊടുക്കാനുള്ളതാണ്. പുറത്തുനിന്ന് നമുക്ക് പവർ എടുക്കാനുള്ള സപ്ലൈ ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കതിൻ്റെ ഓക്കെ ഒരു ന്യൂട്രലും ഒരു ഫേസുമായി. ഇത് നമുക്ക് ഈ ബോർഡിൻ്റെ പുറത്തേക്ക് എടുക്കണം. നമ്മുടെ ഇൻകമറാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലൊരു കെട്ടൊക്കെ ഇട്ട് വയ്ക്കുന്നതല്ലാണ്. കേബിൾ വലിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കണക്ഷൻ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു കെട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വയർ പുറത്തേക്ക് നമ്മൾ എടുക്കുക. ഇതേപോലെ ഒരു ചെറിയ കെട്ടൊക്കെ ഇട്ട് വെക്കുക. ചെറിയൊരു ലൂസ് ആ ബോക്സിലിടുക. ഇനി നമുക്ക് വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതേപോലെ കോർത്ത് വെച്ച ശേഷം നമ്മൾ ഇനി അടയ്ക്കാവുന്നതാണ്. സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്ക് അടച്ച് ഫിറ്റ് ചെയ്യാം. ഇനി സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ലാമ്പ് മാത്രമാണ് വെക്കാനുള്ളത്. അത് ഹോൾഡർ എടുത്തിട്ട് 2 ടെർമിനൽ ഓരോ വയറുകൾ നമ്മൾ കയറ്റി വിടുക. ഇതേപോലെ കണക്ട് ചെയ്യുക.
ഓക്കെ, ഇനി നമ്മൾ സ്ക്രൂ എടുത്ത് സാധാ ഹോൾഡർ വെക്കുന്ന പോലെ നമ്മൾ ഹോൾഡർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രോയിങ് ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഡ്രോയിങ് പ്രകാരം തന്നെയാണ് നമ്മളിപ്പോൾ അത് ചെയ്തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് വെച്ച് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമ്മുടെ മോട്ടറിൻ്റെ വൈൻഡിങ്ങൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഡിക്കേറ്ററിൽ പവർ കാണുന്നുണ്ട്, അതേപോലെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും 220 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷൻ ഓക്കെ ആയി നമുക്ക് മനസ്സിലാക്കാം. ഇൻഡിക്കേറ്ററിൽ ബൾബ് കത്തുന്നുണ്ട്. ഇനി സീരീസ് കണക്ഷനിൽ വെച്ച് ഓണാക്കിയാലും കത്തത്തില്ല, കാരണം ഇതിലൊരു ബൾബ് നമ്മൾ ഇടണം. ബൾബ് ഇട്ടാൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ടാണ് അത് കത്താണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരു ബൾബ് നമ്മൾ ഇതിലേക്ക് ഇടുക. കഴിഞ്ഞ് പ്ലഗിന് നമ്മൾ ഷോർട്ട് ചെയ്താൽ മാത്രമേ അത് കത്തത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു 3 പിൻ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എർത്ത് വേണ്ട, അല്ലാതെ ന്യൂട്രൽ ഫേസും ഇങ്ങനെ നമ്മൾ ഇട്ട ശേഷം ഇനി സ്വിച്ച് ഓണാക്കിയ ശേഷം ഈ വയർ തമ്മിൽ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബൾബ് കത്തുകയുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെയാണ് കത്തുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാനിൻ്റെ വൈൻഡിങ് നോക്കാനാണെങ്കിൽ നമ്മൾ വൈൻഡിങ് ചെക്ക് ചെയ്യുക. വൈൻഡിങ് കത്തിപ്പോയതാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും, ഏത് വൈൻഡിങ് ആണ് പോയതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അവിടെ ഒരു ഫാനുണ്ട്, ഒരു പഴയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ഫാനാണ്. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൈൻഡിങ്ങുകൾ പരസ്പരം നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് നോക്കുക. ഓക്കെ, വൈൻഡിങ്ങിൽ ആ ഒരു വൈൻഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വൈൻഡിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം ആ ഒരു വൈൻഡിങ് കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്, വൈൻഡിങ്ങിൽ ബൾബ് കത്തുന്നില്ല, ഷോർട്ടുണ്ട്. അപ്പോൾ ബോഡിയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ബോഡിയായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ എന്തായാലും വൈൻഡിങ് കത്തിപ്പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉണ്ടോ, ബോഡിയായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കത്തിപ്പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ വൈൻഡിങ് കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതേപോലത്തെ ഒരു ബോർഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.